നെല്ലും റബ്ബറും കശുവണ്ടിയും എല്ലാം ഇന്നും ചർച്ചാ വിഷയം. വോട്ട് വിഹിതത്തിൽ ഇടതുമുന്നണിക്കും CPM-നും വലിയ പ്രാധാന്യമുള്ള ലോക്സഭാ മണ്ഡലം. മാവേലിക്കരയിലെ 7 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും മൃഗീയ ഭൂരിപക്ഷമാണ് ഇടതുമുന്നണി നേടിയത്. എന്നിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിന് അനുകൂലമാണ് വോട്ടർമാർ. എവിടെയാണ് ഇടതുപക്ഷത്തിനും CPM-നും പാളിച്ച പറ്റുന്നത്? എന്നാൽ ഇക്കുറി അങ്ങനെ ഒരു പാളിച്ച പറ്റില്ലെന്നാണ് ഇടതുമുന്നണി പറയുന്നത്. അതാണ് അവരുടെ വിശ്വാസവും. ആ വിശ്വാസത്തിലൂന്നി ഇടതുപക്ഷം മാവേലിക്കരയിൽ പ്രചാരണത്തിനിറങ്ങുമ്പോൾ പരിചയസമ്പത്തിന്റെ പിൻബലത്തിലാണ് UDF ഉള്ളത്. എന്നാൽ NDA ആകട്ടെ മോദി തരംഗം വോട്ടാക്കി മാറ്റാമെന്ന പ്രതീക്ഷയിലുമാണ്. 3 ജില്ലകളിലായി പരന്നുകിടക്കുന്ന മണ്ഡലം രാഷ്ട്രീയത്തെ സ്വാധീനിക്കും വിധം സാമുദായിക ചേരുവകളും കെട്ടുപിണഞ്ഞു കിടക്കുന്ന മാവേലിക്കര. നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം, കത്തോലിക്ക സഭയുടെ രൂപതകൾ, വിവിധ ക്രൈസ്തവ സഭകളുടെ ഭദ്രാസനങ്ങൾ, വിശ്വകർമ്മ സഭയുടെ ആസ്ഥാനം, കേരള പുലയർ മഹാസഭയുടെ ശക്തമായ യൂണിയനുകൾ, അങ്ങനെ നിരവധി സാമുദായിക സംഘടനകളുടെ പ്രഭാവം പ്രബലമാണ് സംവരണ മണ്ഡലമായ മാവേലിക്കരയിൽ. കോൺഗ്രസിന്റെ ത്രിവർണം പാറിയ തിരഞ്ഞെടുപ്പ് ജയങ്ങൾക്കാണ് മാവേലിക്കര ഏറെയും സാക്ഷിയായത്. എങ്കിലും ഇടതിനോട് പൂർണ്ണമായും ഇടഞ്ഞു നിൽക്കുന്ന മണ്ഡലമാണ് മാവേലിക്കരയെന്നും പറയാനാകില്ല. കോൺഗ്രസ് സിറ്റിംഗ് MPയെ തോൽപ്പിച്ച് LDF അട്ടിമറി വിജയം നേടിയ ചരിത്രവും മാവേലിക്കരയ്ക്ക് പറയാനുണ്ട്. തുടർച്ചയായ 3 തെരഞ്ഞെടുപ്പിലും കൊടിക്കുന്നിൽ സുരേഷിനെ പാർലമെന്റിലേക്ക് വണ്ടി കയറ്റിവിട്ട മണ്ഡലത്തിൽ വിജയസാധ്യതയുള്ള മറ്റൊരാളെ പകരം വയ്ക്കാൻ കോൺഗ്രസിനില്ല. കൊടിക്കുന്നിൽ വിജയക്കൊടി പാറിച്ച മാവേലിക്കര ഏതു വിധേനയും പിടിച്ചെടുക്കുമെന്ന നിശ്ചയദാർഢ്യത്തിലാണ് പുതുമുഖമായ CA അരുൺകുമാറിനെ CPI രംഗത്തിറക്കിയത്. LDF-ന് മേൽക്കൈയുള്ള നിയമസഭാ മണ്ഡലങ്ങളുടെ കരുത്ത് ലോക്സഭയിൽ തങ്ങളെ തുണയ്ക്കുമെന്ന വിശ്വാസം ഇടതുമുന്നണിക്കുണ്ട്. മണ്ഡലം രൂപീകൃതമായ 1962 മുതൽ 2019 വരെയുള്ള തിരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ തവണയും ജനഹിതം UDF-ന് അനുകൂലമായിരുന്നു. ഇടതുപക്ഷത്തിനൊപ്പം നിന്നപ്പോഴും തൊട്ടടുത്ത വർഷം തിരിച്ചുപിടിക്കാൻ UDF-ന് കഴിഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഇത്തവണ മാവേലിക്കര ഇടത്തേക്ക് ചായുമെന്നാണ് LDF-ന്റെ ഉറച്ച പ്രതീക്ഷ. NDAയ്ക്ക് വേരോട്ടമുള്ള മണ്ണിൽ വോട്ടിന്റെ നല്ലൊരു പങ്ക് റാഞ്ചാൻ BDJS-ഉം കച്ചമുറുക്കി കഴിഞ്ഞു. ഹാട്രിക് വിജയം സമ്മാനിച്ച മാവേലിക്കരയിൽ ഇത്തവണയും കൊടിക്കുന്നിലിന്റെ ജനസമ്മതി വോട്ടാകുമെന്ന പ്രതീക്ഷ UDF കൈവിടുന്നില്ല. ഭൂപ്രകൃതി പോലെ തന്നെ വൈവിധ്യം നിറഞ്ഞതാണ് ഇവിടുത്തെ രാഷ്ട്രീയ ഭൂമികയും. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്ത രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന മണ്ഡലം എന്നൊരു പ്രത്യേകത മാവേലിക്കരയ്ക്കുണ്ട്. കഴിഞ്ഞ 15 വർഷമായി കോൺഗ്രസ് കുത്തകയാക്കിയ മാവേലിക്കരയിലെ 7 നിയമസഭാ മണ്ഡലങ്ങളും CPM-ന്റെയും ഘടകകക്ഷികളുടെയും ഭരണത്തിലാണ്. കൊട്ടാരക്കരയിൽ നിന്ന് KN ബാലഗോപാൽ, പത്തനാപുരത്ത് നിന്ന് KB ഗണേഷ് കുമാർ, ചെങ്ങന്നൂരിൽ നിന്ന് സജി ചെറിയാൻ, അങ്ങനെ 3 സംസ്ഥാന മന്ത്രിമാരുള്ള മണ്ഡലമെന്ന കൗതുകവും മാവേലിക്കരയ്ക്കുണ്ട്. 2009 മധ്യ തിരുവിതാംകൂറിലെ സ്ഥിരം സംവരണ മണ്ഡലമായ അടൂർ മണ്ഡല പുനർനിർണയത്തിൽ ഇല്ലാതായപ്പോൾ സംവരണ പദവി മാവേലിക്കരയ്ക്ക് കൈവന്നു. അടൂരിന് പകരം പത്തനംതിട്ട ജനറൽ സീറ്റായി. സംവരണ മണ്ഡലമായ ശേഷം 2009 നടന്ന തിരഞ്ഞെടുപ്പിൽ അടൂരിലെ സിറ്റിംഗ് MP ആയിരുന്ന കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിൽ മത്സരിച്ചു. അന്നുമുതൽ ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വരെയും കൊടിക്കുന്നിലല്ലാതെ മറ്റൊരു ഉത്തരം മാവേലിക്കരയ്ക്കുണ്ടായിരുന്നില്ല. അടൂരിൽ നിന്നും മാവേലിക്കരയിൽ നിന്നുമായി 7 തവണയാണ് കൊടിക്കുന്നിൽ പാർലമെന്റിൽ വിജയക്കൊടി നാട്ടിയത്. CPI-യുടെ 4 മണ്ഡലങ്ങളിൽ തൃശൂരും മാവേലിക്കരയുമാണ് മുന്നണി ഏറെ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നത്. കൊടിക്കുന്നിലിന്റെ കരുത്തിനെ നേരിടാൻ ചിറ്റയം ഗോപകുമാറിന്റെയും ചെങ്ങറ സുരേന്ദ്രന്റെയും പേരുകളൊക്കെ പരിഗണിച്ചിരുന്നെങ്കിലും ഇക്കുറി ഒരു യുവ നേതാവിനെ പരീക്ഷിക്കാമെന്ന നേതൃത്വത്തിന്റെ ചർച്ചകളാണ് സ്ഥാനാർത്ഥിത്വം അരുൺകുമാറിലേക്ക് എത്തിച്ചത്. മന്ത്രി P പ്രസാദിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ അരുൺ നിലവിൽ AIYF ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. വികസന പ്രവർത്തനങ്ങളിലൂന്നിയാണ് CPI-യുടെ പ്രചരണം. മാവേലിക്കരയിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും അത് ഇടത്തേക്ക് വോട്ടൊഴുക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് മുന്നണിയും പ്രവർത്തകരും. ഏതാണ്ട് 1 വർഷം മുൻപ് തന്നെ മണ്ഡലത്തിൽ NDA പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ഇക്കുറി മാവേലിക്കരയിൽ BJP സീറ്റ് ഉറപ്പിക്കുമെന്ന് മാവേലിക്കര മണ്ഡലത്തിന്റെ കേന്ദ്ര നിരീക്ഷകനും കേന്ദ്രമന്ത്രിയുമായ ഭഗവന്ത് ഖൂബ പറയുകയും ചെയ്തു. ഖൂബ നടത്തിയ പ്രസ്താവന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങൾ പോലും വരുന്നതിനും ഏറെ മുമ്പാണെന്നതാണ് ശ്രദ്ധേയം.
കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾക്കാണ് BJP നേതൃത്വം നൽകുന്നത്. BDJSലൂടെ ബൈജു കലാശാല ഇവിടെ പോരിനിറങ്ങുമ്പോൾ മോദി പ്രവാഹം വോട്ടാക്കി മാറ്റാമെന്ന പ്രതീക്ഷയിലാണ് NDA. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ ആധുനീകരണം ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂന്നിയുള്ള പ്രചാരണമാണ് BJP ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ തവണ BDJS ആണ് മാവേലിക്കരയിൽ മത്സരിച്ചത്. BDJSന് മാവേലിക്കരയുടെ മണ്ണിൽ ശക്തമായ വേരോട്ടമുണ്ട്. NDAക്ക് അട്ടിമറി വിജയം സാധിച്ചില്ലെങ്കിലും എതിരാളികളുടെ വോട്ട് വിഹിതത്തിൽ നിന്ന് നല്ലൊരു പങ്ക് പിടിച്ചെടുക്കാനുള്ള കെൽപ്പ് BDJSനുണ്ട്. മാവേലിക്കരയിൽ കൊടിക്കുന്നിലിന് പകരം മറ്റൊരാളാകും കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുകയെന്നും കുന്നത്തുനാട് MLA VP സജീന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ പരിഗണനയിലുണ്ടെന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ മാവേലിക്കരയിൽ തനിക്ക് പകരക്കാരനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളൊന്നും പാർട്ടി നടത്തുന്നില്ലെന്ന് വ്യക്തമാക്കി കൊടിക്കുന്നിൽ തന്നെ രംഗത്തെത്തുകയായിരുന്നു. ഇക്കുറി മാവേലിക്കരയിലെ രാഷ്ട്രീയ സാഹചര്യം ഇടതിനെ തുണയ്ക്കുമെന്നാണ് മുന്നണിയുടെ വിശ്വാസം. കഴിഞ്ഞ 15 വർഷമായി MP-ആയി തുടരുന്ന കൊടിക്കുന്നിലിനെ മണ്ഡലത്തിലുള്ളവർക്ക് മടുത്തുവെന്നും പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്നില്ല എന്നൊക്കെ തരത്തിലുള്ള വിമർശനങ്ങൾ കൊടിക്കുന്നിലിനെതിരെ ഉയരുന്നുണ്ട്. എന്നാൽ വിജയസാധ്യതയുള്ള മറ്റൊരു നേതാവിനെ ഉയർത്തിക്കാട്ടാനില്ലെന്ന പരാധീനതയിലാണ് കോൺഗ്രസ് നേതൃത്വം. NSS നേതൃത്വത്തിന് കൊടിക്കുന്നിലിനുള്ള വിശ്വസ്തത ഗുണം ചെയ്യുമെങ്കിലും SNDPയുമായും വെള്ളാപ്പള്ളി നടേശനുമായുമുള്ള നിരന്തര കലഹം BDJSന് വളക്കൂറുള്ള മണ്ഡലത്തിൽ തിരിച്ചടിയായേക്കും.